സാബുന് ഈ സിനിമാ മോഹം പണ്ടേ ഉണ്ടോ അതോ ടെലിവിഷൻ? ഇല്ല, ഞാൻ ആക്സിഡന്റലി ഒന്ന് പെട്ടുപോയതാണ്. അതാണ്. അതെ, അങ്ങനെയുള്ളൂ. അല്ല, ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ സിനിമയിൽ അഭിനയിക്കാൻ ആളെ എടുക്കുന്നു എന്ന് പറഞ്ഞൊരു പ്രാങ്ക് ഒക്കെ ഒപ്പിച്ച് നാട്ടുകാരെ പറ്റിച്ചെന്ന് പറഞ്ഞു. കുറെ നാട്ടുകാരെ ഒന്നും പറ്റിച്ച പിള്ളേരല്ലേ? നമ്മുടെ നാട്ടുകാരല്ലേ? നമ്മുടെ, അതായത് നമുക്ക് അറിയാവുന്നവര്. അതിപ്പം ഇന്റർവ്യൂ ഒക്കെ നടത്തിയോ? ഇന്റർവ്യൂ നടത്തി. അവരൊന്ന് അഭിനയിച്ചു. മരത്തിലൊക്കെ കയറി നിന്നിട്ട് മറ്റേ പാട്ടരങ്ങൊക്കെ അഭിനയിച്ച് കാണിച്ചു വന്നത് സംഭവം. സാറ് ചില ദിവസം ഒന്നും കാണത്തില്ല കോളേജിൽ ചെയ്യാൻ. അപ്പൊ ഞാൻ ഇല്ല അങ്ങനെയില്ല. ഇടയ്ക്ക് നമ്മുടെ പ്രൊഫസർ അലിയാർ സാറില്ലേ, അലിയാർ സാർ അന്വേഷിച്ച് നടക്കുന്നുണ്ട് കാര്യം. അധ്യാപകനെ വിദ്യാർത്ഥി അന്വേഷിച്ച് നടക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ വിദ്യാർത്ഥി ആരെങ്കിലും സാബു ഉണ്ടെങ്കിൽ ക്ലാസ്സിലൊന്ന് കയറാമായിരുന്നു എന്ന് പറഞ്ഞ അലിയാർ സാർ പറയുന്നുണ്ടല്ലോ. അതെ, സാറ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. സാറിന്റെ ഒരു അവസ്ഥയല്ലേ? സാർ ഉത്തരം സാറാണ്. സാറിന്റെ ശബ്ദ ഗാംഭീര്യത്തിലെ ക്ലാസ്സിലിരിക്കാൻ ഭയങ്കര രസമാണ് സാറ് പഠിപ്പിക്കുമ്പോൾ. കറങ്ങി നടക്കുന്ന സമയത്ത് എന്നെ കണ്ട് സാറിന്റെ കയ്യകലത്ത് കിട്ടിയ എന്റെ കോളറിൽ അടിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്നും മിണ്ടില്ല. അങ്ങ് കൊണ്ട് ക്ലാസ്സിനകത്ത് ഇരുത്തി. പിന്നെ സാറ് പോകാതെ ഇറങ്ങാൻ പറ്റില്ല. നമ്മള് കഥയിൽ നിന്ന് പോയി നമ്മുടെ മരത്തെ കയറ്റിയത്. അപ്പൊ ചില ദിവസം ഒന്നും കാണില്ല. കാരണം സമരമില്ല, പ്രതിഷേധമില്ല, ലാത്തിചാർജില്ല. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ബോറടിക്കും. അപ്പൊ എനിക്ക് ഇങ്ങനെ ബോറടിക്കുന്നത് ഭയങ്കര പ്രയാസം. എനിക്ക് ഒരു വിരുവിരുപ്പ് പോലെ വരും. എന്തെങ്കിലുമൊക്കെ ചെയ്യാത്തതിന്റെ ഒരു വിഷമം അല്ലേ? ഓക്കെ. ഞാനിനി എന്തൊക്കെ വാങ്ങിച്ചു പിടിക്കാൻ പോണോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു, എടാ ഒരു കക്ഷി വന്ന് സിനിമയിൽ അഭിനയിക്കണം, കുറച്ച് പിള്ളേരെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നാടക ഗ്രൂപ്പുണ്ട് കോളേജിൽ, നാടക മത്സരത്തിൽ പങ്കെടുക്കാനൊക്കെ ഉള്ളു. അപ്പൊ ഇതില് ചാൻസ് ചോദിച്ച് വന്നവന്മാരെയാണ് ഈ വളഞ്ഞു പിടിച്ചത്. അപ്പൊ പറഞ്ഞ് പിന്നെ കളർ ഫോട്ടോ വേണം, നിൽക്കുന്ന ഫോട്ടോ വേണം, ഹാഫ് ഫോട്ടോ വേണം എന്നൊക്കെ പറഞ്ഞ് ടൈറ്റ് ക്ലോസ് ഒക്കെ പറഞ്ഞ് തൊട്ടപ്പുറം ശിവശങ്കർ സ്റ്റുഡിയോ ഉണ്ട് പഴയ, ഇപ്പൊ ഇല്ല, പൊളിച്ചളഞ്ഞു. അപ്പൊ അവിടെ പോയി മറ്റേ ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഫോട്ടോസ് കൊണ്ടുവന്നു പറഞ്ഞ് സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ നടത്തി. അപ്പൊ അതിലൊരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഞാൻ, എൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഒരു ആപ്ലിക്കേഷൻ എഴുതി. അതിലെ അപേക്ഷ എന്ന് പറയുന്നത് പ്രേമിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കഥ അവൻ എഴുതുന്നതായിട്ട് തന്നെ. എന്നിട്ട് ഞാൻ ഇത് ഫോട്ടോ സ്റ്റേറ്റ് എടുത്തിട്ട് കോളേജിന്റെ പല ഭാഗത്ത് ഒട്ടിച്ചു വെച്ചു. അപ്പൊ ഇവൻ ഇത് ഭയങ്കര അപമാനമായി പോയി. കാരണം താല്പര്യമുണ്ടെന്നാണ് അവൻ റിക്വസ്റ്റ് ചെയ്യുന്നതായിട്ടാണ്. എന്റെ പേര് ഇന്നതാണ്, എനിക്ക് പ്രേമിക്കാൻ താല്പര്യമുണ്ട്, എന്നെ പെൺകുട്ടികൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ല, ഞാനൊരു മാന്യനാണ്, യോഗ്യനാണ്, ഒന്നെല്ലാം എഴുതിയിട്ടാണ് കോളേജിന്റെ പല ഭാഗത്ത് ഒട്ടിച്ചു വെച്ചത്. അവന് ഭയങ്കര വിഷമമായി. അങ്ങനെ എൻ്റെ അടുത്ത് കുറെ പേര് പറഞ്ഞിടാ അത് ഭയങ്കര മോശമാണ്, അവന് ഭയങ്കര സങ്കടമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ 3-4 ദിവസം ഞാൻ വെച്ചു. അത് കഴിഞ്ഞ് ഇതെല്ലാം കീറിക്കളഞ്ഞു. വേറെ ആരെങ്കിലും കീറിയാൽ ഞാൻ പേടിക്കും. അത് വേറെ കാര്യം അല്ലേ? അങ്ങനെ ശരിക്കും പറഞ്ഞ ഇത് വായിച്ച ഒരു പെൺകുട്ടി ഇത് സീരിയസ് ആയിട്ട് എടുത്ത് ഇത് കണ്ടിട്ടോ. എന്റെ അമ്മോ. അപ്പൊ ഇവൻ ഡിഗ്രി പഠിക്കുക, ആ പെൺകുട്ടി PGക്ക് പഠിക്കുകയാണ്, സീനിയറാണ്. പക്ഷെ എന്തായാലും അവരും തമ്മിൽ പ്രേമിച്ചു, അവരും തമ്മിൽ കല്യാണം കഴിച്ചു. എന്റെ സാബുവിന്റെ ചരിത്ര നിയോഗങ്ങളെ അല്ല ഇത് സത്യം. ഇത് ഉർവശി ശാപ ഉപകാരം എന്ന് പറയുന്ന പോലെ. പിന്നീട് സാബു അന്വേഷിച്ചോ? സാബു ആണല്ലോ ഇത് കൂട്ടിയിണക്കി. അല്ല, ഞാൻ പിന്നെ കാണുന്നുണ്ടല്ലോ 2 പ്രേമിച്ച് നടക്കുന്നത്. പിന്നെ കുറെ കാലം കഴിഞ്ഞ് കോളേജിൽ നിന്നൊക്കെ കാശിങ് കയറാൻ പറയത്തില്ലേ? പിന്നീട് കണ്ടപ്പോ കല്യാണത്തിനും പോയി മോതിരത്തെ പിടിച്ചില്ല, ഞാൻ ഇല്ലായിരുന്നു.